ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ 2 സാധനം മേടിച്ചിട്ടുണ്ട്. ഒന്ന് ബേൽപൂരി, ഒന്ന് മാക്രോണി. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് അടുത്ത വീഡിയോക്ക് കിടക്കാം. മാക്രോണി അതേപോലെ ബേൽപൂരി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചീഫ് ഷെഫ് പാറ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം വേറെ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ആദ്യം ഈ ബേൽപൂരി ഉണ്ടാക്കി നോക്കാം. അതിന് ശേഷം നമുക്ക് ഇതുണ്ടാക്കാം. എന്നിട്ട് അവർക്ക് കൊടുത്ത് എങ്ങനെയുണ്ടെന്ന അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ എന്താണ് പൊളിച്ചു നോക്കാം. അപ്പൊ ഇതില് മിക്സ് ചെയ്യാനുള്ള ഐറ്റവും പിന്നെ ഒരു ചട്നിയുടെ പാക്കറ്റാണ് നമുക്ക് ഇതിലുള്ളത്. മിക്സിൽ കഴിക്കേ വേണ്ടു. എന്നാലും നമ്മളുടെ ഒരു ഇതിന് വേണ്ടി നമ്മളതിലൊരു സബോളയും ഒരു തക്കാളിയും കൂടി നമുക്ക് അതിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ ഉണ്ടാക്കണ? ചെറുത് എവിടെ ഇരിക്കുന്നുണ്ട്. ഹായ് പറഞ്ഞ ചെറുത്, ഹായ് പറഞ്ഞ. ഇത് തക്കാളി. നമുക്ക് തക്കാളി അരിയാം. ഓക്കെ, അത് മാക്രോണി മിക്സ്. അതായിരിക്കും മിക്സ് ചെയ്യണത്. അത് ചട്നി. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അരിഞ്ഞ് ഇട്ടാ മതി. തക്കാളി സവാള അല്ലേ? അത് ഹോർലിക്സ് കുടിക്കാറില്ല മോൻ. ഹലോ പാറുച്ചേ, ഞങ്ങള് ഒരു സാധനം ഉണ്ടാക്കാൻ കേട്ടാ. അപ്പൊ നമ്മൾ അതിലേക്കുള്ള സബോളയും പിന്നെ അതിലേക്ക് തക്കാളി നമ്മൾ അരിഞ്ഞ് ചേർക്കണം കേട്ടോ. തക്കാളി തക്കാളി ആ നമ്മള് ഇത് സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. നമ്മള് സാധനം ജസ്റ്റ് പാക്കറ്റിൽ തന്നെ എല്ലാം മിക്സും അതിന്റെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് അതിൽ സബോളയും തക്കാളി ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സൂപ്പറായി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പലിലും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഇരിക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യട്ടെ കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് പാർട്ടിയും കൂടി ഉണ്ടാക്കിയിട്ട്
അടുത്ത് നമ്മള് ചീസ് പാസ്തയും കൂടി ഉണ്ടാക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിൽ ജസ്റ്റ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്നവർ അത് മാനുവൽ നോക്കിയിട്ട് ചെയ്തു. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളത്തിൽ ഇത് ആഡ് ചെയ്തിട്ട് ഓണാക്കിയിട്ട് ആദ്യം ബോയിൽ ചെയ്യണ വരെ നല്ല ഫ്ലെയിമിലിടാം. അതിനുശേഷം അത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡി ആവും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം എനിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ സാധനം പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് പാസ്തയും ഇതൊക്കെ അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം വെച്ച് ഒന്ന് ഓണാക്കാം. ഇത് അതിൽ കൊടുത്തിട്ടുള്ളത് 270 1.5 കപ്പ് എന്നാണ് വെള്ളം. 1.5 കപ്പ് വെള്ളത്തിലേക്കാണ് ഇതിടാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ 2.5 എടുക്കുന്ന കാരണം കൊണ്ട് നമ്മൾ 2 കപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിത് ഓൺ ആക്കിയിട്ട് നല്ലോണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ. ഇനി ഇത് ഒന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. നമുക്ക് 2 ഐറ്റം കൂടിയിട്ട് എല്ലാവർക്കും സെർവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ചൂടുണ്ടല്ലേ. നമ്മുടെ കുഞ്ഞാൾക്ക് കുറച്ചിട്ടോ. മമ്മി സൂപ്പർ സാധനം. കഴിച്ചു നോക്കൂ. ചീത്ത പറയാനുള്ള അഭിപ്രായം ചെയ്യൂ. കുഞ്ഞു സാർ സൂപ്പർ. എങ്ങനെയുണ്ട്? മാക്രോണി ഇഷ്ടായോ മമ്മ? ഇതോ കുഞ്ഞു സാറിന് മാക്രോണി ഇഷ്ടായോ? ഇതോ ഇഷ്ടായോ പാറുക്കുട്ടി? മോനെ ഇഷ്ടായ കഴിക്കുന്നത്? ഇഷ്ടായ? മീനു മേടത്തിന് കൊണ്ടുവരുന്നത് കാണാല്ലേ. അപ്പൊ ആള് തന്നെ പോയി എടുത്തത് കൊണ്ടുവന്ന് കഴിക്കണം. പറഞ്ഞു കുട്ടി പറ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉറക്കനെ പറ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ഇത് കഴിക്കട്ടെ.